ഫൈസൽ നെടുമ്പാലയിലേക്കാണ് ഒരിക്കൽ കൂടി. ഫൈസൽ, ഇന്നിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനമായി നടക്കേണ്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഈ ഷഹബാസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കൊക്കെ കടക്കണം, അതിനുശേഷം സംസ്കാര ചടങ്ങുകളിലേക്കൊക്കെ കടക്കും. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇനിയിപ്പോൾ ഈ 5 വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട കേസാണ്. ജുവനൈൽ ജസ്റ്റിസിന് മുൻപിൽ ഇവരെ ഹാജരാക്കും. കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ജുവനൈൽ ജസ്റ്റിസിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ എന്ത് നടപടിയെടുക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണല്ലേ? തീർച്ചയായും ജിൽസി സൂചിപ്പിച്ചത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കേസ് വളരെ സ്ട്രോങ് ആണ്. വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. അത് ജുവനൈൽ ജസ്റ്റിസ് ആയതുകൊണ്ട് തന്നെ എത്തരത്തിൽ കേസ് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ ഈ വിദ്യാർത്ഥികൾക്കെതിരെ നടപടികൾ ചുമത്തപ്പെടും, ഏതൊക്കെ വകുപ്പുകൾ ചുമത്തപ്പെടും എന്നുള്ളതൊക്കെ നമുക്ക് വരും സമയങ്ങളിൽ ജുവനൈൽ ജസ്റ്റിസിന് മുമ്പിൽ ഹാജരാക്കിയതിനു ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. 10 മണിയോടുകൂടി തന്നെ താമരശ്ശേരി പോലീസ് ഈ പറയുന്ന മെഡിക്കൽ കോളേജിൽ എത്തിക്കൊണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. അതിനുശേഷം 11:30 പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം. എന്താണ് മരണകാരണം, യഥാർത്ഥത്തിൽ മരണത്തിലേക്ക് നയിച്ചത് എന്താണ് എന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. 11:30 പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. 1 മണിക്കൂറിന് ശേഷം ഈ പറയുന്ന തരത്തിൽ എന്തെല്ലാം സംശയങ്ങളുണ്ടോ ആ സംശയങ്ങളൊക്കെ തന്നെ തീർക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 10 മണിക്ക് താമരശ്ശേരി പോലീസ് ഇവിടെ എത്തി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ ആരംഭിക്കും. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ 5 വിദ്യാർത്ഥികൾ മാത്രമാണോ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ബാക്കി വിദ്യാർത്ഥികളൊക്കെ തന്നെ ഇതിൽ ഏതൊക്കെ തരത്തിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികൾക്കൊക്കെ എതിരെ ഏതൊക്കെ തരത്തിൽ വകുപ്പുകൾ ചുമത്തും, അല്ലെങ്കിൽ കൊലക്കുറ്റം അവർക്കൊക്കെ ഉണ്ടാകുമോ, ആ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ബാക്കിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കേണ്ടത് പോലീസാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്തരം നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ കരുതേണ്ടത്. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ ലാഘവത്തോടെയുള്ള ആ ഒരു വോയിസ് ചാറ്റ് എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ്, ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം തന്നെ. അതുകൊണ്ട് തന്നെ ഈ വിഷയം, അല്ലെങ്കിൽ ഈ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമായി, അതീവ ഗൗരവമായി തന്നെയാണ് പോലീസ് ഇന്നലെ മുതൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പോലീസ് കൊണ്ടുപോകുന്നുണ്ട്. ഇന്നലെ ഈ 5 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തതും തീർച്ചയായിട്ടും ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. അതിന്റേതായ ഗൗരവത്തോടു കൂടെയാണ് പോലീസും ഈ കേസിൽ ഉൾപ്പെടുന്നത്. അതേസമയം തന്നെ വിദ്യാഭ്യാസ വകുപ്പും അവരുടെ നടപടികൾക്ക് ആക്കം കൂട്ടിയിരിക്കുന്നു. താമരശ്ശേരിയിലെ 10ാം ക്ലാസ്സുകാരന്റെ കൊലപാതകത്തിൽ വകുപ്പുതല അന്വേഷണം നടത്താനാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉത്തരവിട്ടിരിക്കുന്നത്. കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഗോപാൽ ഷീല സനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, അതീവ ഗൗരവതരമായ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ അടിപിടിയിൽ ഒരു 10ാം ക്ലാസ്സുകാരന് ജീവൻ നഷ്ടമായിരിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് അതിൻ്റെതായ വഴികളിലൂടെ അന്വേഷണത്തിലേക്ക് കടക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ വിദ്യാഭ്യാസ വകുപ്പും കർശന നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. കാര്യം ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി സമീപിക്കേണ്ടതാണ് എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ. താമരശ്ശേരിയിൽ ഇത്തരത്തിൽ ഒരു സ്കൂളിലെ വിദ്യാർത്ഥി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ഒരു സംഘർഷത്തെ തുടർന്ന് മരണമടഞ്ഞത് അതീവ ദുഃഖകരമാണ് എന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. കുടുംബത്തിന്റെ ദുഃഖത്തിൽ താൻ പങ്കുചേരുന്നു. അതോടൊപ്പം തന്നെ പോലീസിന്റെ ശക്തമായ അന്വേഷണം നടത്തുന്നത്, അതിനുവേണ്ട എല്ലാ പിന്തുണയും സഹകരണവും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന ഉറപ്പും മന്ത്രി നൽകുന്നു. കൂടാതെ തന്നെ ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ സംഘർഷം ഉണ്ടായപ്പോൾ അതിന്റെ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ഇക്കാര്യം അന്വേഷിക്കുന്നതിനായി ചുമതലപ്പെടുത്തിയിരുന്നു. ഇതുപ്രകാരം ഇന്നലെ തന്നെ ഈ ഉപഡയറക്ടർ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ട് വിലയിരുത്തിയതിനു ശേഷം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിൽ ഒരു ചർച്ച നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് തല അന്വേഷണം കൂടി നടത്തേണ്ടതായിട്ടുണ്ട് എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇതുപ്രകാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ ഷാനവാസിനെയാണ് വകുപ്പ് തല അന്വേഷണം നടത്താനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 24 മണിക്കൂറിനകം റിപ്പോർട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും അതിൽ കർശന നടപടി ഉണ്ടാകും എന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ഗോപാൽ ഷീല സനലാണ് വിവരങ്ങൾ നൽകിയത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പും ഇത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ആക്രമണത്തിന് ശേഷം ഷഹബാസിന്റെ ഫോണിലേക്ക് വിദ്യാർത്ഥികളിൽ ഒരാൾ അയച്ച ഫോൺ സന്ദേശം കൂടി പുറത്തു വന്നിരിക്കുന്നു. പ്രശ്നങ്ങൾ ഒഴിവാക്കി തരണമെന്നും ചെയ്തതിന് മാപ്പ് നൽകണമെന്നുമാണ് സന്ദേശത്തിന്റെ ഉള്ളടക്കം. ഇങ്ങനെ ചൊറയുവായിക്കൊണ്ടാ ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ വൈവായിക്കൊണ്ടോ എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? ഷാബാദേ പേരുണ്ടേ പെട്ടപ്പെട്ടോ. ഞാൻ എന്നോട് കൊറേ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചൊറക്ക് നിൽക്കില്ല. പിന്നെയും
ഞങ്ങൾ എന്നിട്ടും എന്നോട് ചൊറക്ക് തന്നില്ലല്ലോ. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞു ഇല്ലല്ലോ. ഈ മുകളിൽ അയച്ച മെസ്സേജ് ഞാൻ എന്നോട് നല്ലോണല്ലേ പറഞ്ഞു. പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക. ഒഴിവാക്കി പോകുമ്പോൾ പിന്നെയും വന്നതാ. പിന്നെ അന്നേത്തെ പ്രശ്നം ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണ്. ഇപ്പം നിങ്ങൾ എം ജെയുള്ള ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാവരും കൂടി ആയിട്ട് എത്തിയതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല്. ഞാൻ എന്തേതാ പിന്നെ ചെയ്യേണ്ടി പറഞ്ഞതാ. പിന്നെ കൂട്ടതല്ലായി ഇങ്ങനെ കണ്ടല്ലേ ഒക്കെ എന്തേലും പൊരുത്തപ്പെട്ടിട്ടോ പൊരുത്തപ്പെട്ട് കൊണ്ടിട്ടോ.